ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിരന്തരമായ പ്രാർത്ഥനയുടെയും ആത്മതപനത്തിന്റെയും വചനധ്യാനത്തിന്റെയും നാളുകളിലൂടെ നാം കടന്നുപോകുന്നു. ഇന്ന് നോമ്പിൻ 7-ാം ദിനത്തിൽ നോമ്പ് സഹചർക്കായി ദൈവത്തോടുള്ള അപേക്ഷയുടെ കാലം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനവാക്യങ്ങൾ. കുറുവാക്യമായി 23-ാം വാക്യം. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. സോദോം ഗൊമോറ ദേശങ്ങളുടെ പാപം അതികഠിനമാകിയാൽ അവ നേരിടാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി പറയുന്നു. അബ്രഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായതായി നാം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. ശേഷം ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ സോവാർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു എന്ന് നമുക്ക് 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ സോദോമിന്റെ സമീപം താമസിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ ദുഷ്ടത നിറഞ്ഞവരായിരുന്നു. അവരുടെ ദുഷ്ടത എന്ത് എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 49-50 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഗർവവും തീൻപുളപ്പും നിർഭയസൂര്യരും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും സഹായിച്ചില്ല. അഹങ്കാരികളായി എന്റെ മുൻപിൽ മ്ലേച്ഛത ചെയ്തു. ഇത്രയും പാപമൊക്കെ ഉള്ളതായി കേട്ടിട്ടും ദൈവം അബ്രഹാമിനോട് പറയുന്നു, സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അതിനാൽ ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നത്തെ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. അപ്പോൾ താൻ അറിഞ്ഞ അന്യായത്തെപ്പറ്റി അന്വേഷിക്കാൻ പോകുന്ന നീതിമാനായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി അബ്രഹാം വ്യാകുലപ്പെടുന്നു. തന്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും അവിടെ താമസിക്കുന്നു എന്നതൊഴിച്ചാൽ ആ ദേശവുമായി അബ്രഹാമിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നിട്ടും അവരോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുന്നു. അബ്രഹാമിനോട് സഹചരോട് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൽ അവരെ ചേർത്ത് നിർത്തുന്നതാണ് ക്രിസ്തു ദർശനം. ഒരു പരിചയമില്ലാത്ത ജനത്തിനു വേണ്ടി അബ്രഹാം ദൈവത്തോട് ഒരു കുഞ്ഞ് തന്റെ മാതാപിതാക്കളോട് പറയും പോലെ യാചിക്കുന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പിന്നെ അടുത്ത ചെന്ന് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്ടനോടുകൂടി നീതിമാനെ നീ സംഹരിക്കുമോ? ഇങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം നടക്കുന്ന വ്യക്തിയാണ്. ഒരാൾ തിന്മ ചെയ്യുന്നതിലൂടെ ആ സമൂഹം മുഴുവനും നശിപ്പിക്കപ്പെടാം എന്ന് പുരാതന ഇസ്രായേലർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇവിടെ തിന്മ നിറഞ്ഞൊരു സമൂഹത്തെ വ്യക്തികളുടെ നന്മ കൊണ്ട് രക്ഷിക്കാൻ ആകുമോ എന്ന് അബ്രഹാം ചോദിക്കുന്നു. ആ ദേശത്ത് ഒരു 50 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നീതിമാനായ ദൈവം ഒരിക്കലും ദുഷ്ടനോടോട് നീതിമാനെ നശിപ്പിക്കുകയില്ല എന്ന് അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. താൻ വെറും പൊടിയും വെണ്ണീരുമാണ്, കർത്താവിനോട് സംസാരിക്കാൻ യോഗ്യതയില്ല എന്ന ബോധ്യം അബ്രഹാമിന് ഉണ്ടായിരുന്നു. എങ്കിലും വീണ്ടും കർത്താവിനോട് അപേക്ഷിക്കുന്നു, 50-ൽ 5 പേർ കുറവുണ്ടെങ്കിലും ആ ദേശത്തെ ശിക്ഷിക്കരുതേ. ഈ വേദഭാഗത്ത് നമുക്ക് നിരന്തരമായി മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാമിനെ കാണാൻ സാധിക്കും. കർത്താവേ, നീ എന്നോട് കോപിക്കരുതേ എന്ന് അബ്രഹാം പറയുന്നു. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തെ രക്ഷിക്കണമേ. 50 നീതിമാന്മാർ എന്നതിൽ നിന്ന് അവിടെ തുടങ്ങി ഒരു 10 നീതിമാന്മാരെങ്കിലും ആ ദേശത്ത് കാണും എന്ന പ്രതീക്ഷയിൽ മറ്റൊരു ദേശത്തിലുള്ള ജനത്തിനു വേണ്ടി അബ്രഹാം മധ്യസ്ഥത ചെയ്യുന്നു. നീതിമാനായ ദൈവം 10 പേരുടെ നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. ഈ നോമ്പിന്റെ നാളുകളിൽ ഞാൻ, എന്റേത്, എനിക്ക് എന്നതിലുപരിയായി സഹചരെ കരുതുവാനും അവരുടെ പ്രതിസന്ധികളിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ.
ആമേൻ.